കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം, എപ്പിസിൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 2. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗം അതിൻ്റെ 14 മുതൽ 26 വരെയുള്ള വേദഭാഗമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഏറ്റവും, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ മറ്റ് ലേഖനങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ പൗലോസിൻ്റെ റോമാലേഖനം, ഗലാത്യ ലേഖനം തുടങ്ങിയ ലേഖനങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശത്തെ ഖണ്ഡിക്കുന്നുവോ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന അത്ര കോൺട്രാവേഴ്സ്യലായിട്ടുള്ള ഒരു വാക്യമല്ല, ഒന്നിലധികം വാക്യങ്ങൾ ആ വേദഭാഗത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാകുന്ന വിഷയം ഞാൻ ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞു പോകട്ടെ. ഒന്നാമത്, James and Paul, they do not contradict each other on the fundamental tenet of Christian faith. അടിസ്ഥാനപരമായി ഉള്ളതാകുന്ന നമ്മുടെ വിശ്വാസത്തെ യാക്കോബും പൗലോസും തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അവരുടെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ കാരണം, ഫെയ്ത്ത് ഈസ് ദ ഫൗണ്ടേഷണൽ ഗിഫ്റ്റ് അക്കോർഡിംഗ് ടു ബോത്ത് ദീസ് അപ്പോസ്റ്റൽസ്. വിശ്വാസമെന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ആ ദാനമാണ്. എഫേസ്യർ 2:8, യാക്കോബ് 2:5. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് കണ്ടു. മാത്രമല്ല, യാക്കോബും പൗലോസും ഒരുപോലെ പറയുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് ദ കോമൺ മാർക്ക് ഓഫ് ഓൾ ക്രിസ്ത്യൻസ്. എല്ലാ ദൈവമക്കളുടെയും, വീണ്ടും ജനിച്ച ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി എന്നുള്ള പേരല്ല, അല്ലെങ്കിൽ ആ നാമമല്ല ഉദ്ദേശിക്കുന്നത്. ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, ബോൺ അഗെയിൻ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അവരുടെ പ്രധാനപ്പെട്ട പൊതുവായ ലക്ഷണം എന്നുള്ളത് വിശ്വാസമാണ്. യാക്കോബ് 2:1, ഗലാത്യർ 3:26. ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ റൂട്ട് ഫ്രം വിച്ച് ഗുഡ് വർക്ക്സ് ഗ്രോ. വിശ്വാസമെന്നുള്ളത് നല്ല പ്രവൃത്തികൾ വളരുന്ന വേരാണ്. ആ വേരിൽ നിന്നാണ്, വിശ്വാസമാണ് വേര്, അതിൻ്റെ ഫ്രൂട്ടാണ് പ്രവൃത്തി. ജെയിംസ് 2:22 ആൻഡ് ടൈറ്റസ് 3:8. യാക്കോബിൻ്റെ ലേഖനം 2:22, തീത്തോസിൻ്റെ ലേഖനം 3:8. ആൻഡ് അവർ ഇറ്റേണൽ സാൽവേഷൻ ഡിപ്പെൻഡ്സ് ഓൺ അവർ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലും എഫേസ്യർ 2:8 എല്ലാം അത് തന്നെ നമ്മൾ കാണുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിലും അത് തന്നെ കാണുന്നു. സോ ഇഫ് ഫെയ്ത്ത് ഈസ് സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് our duty to know whether we all have saving faith or not, or how does true faith, saving faith look like. That is the function of the epistle of James chapter 2 and verses 14 to 26. ഞാൻ ഇത്രയും കാര്യങ്ങൾ ആവർത്തിച്ചത് ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് കണ്ടു. അപ്പോൾ യാക്കോബ് പറയുന്ന വിഷയം, യഥാർത്ഥ വിശ്വാസം അതെന്താണ്, അതെങ്ങനെ തിരിച്ചറിയാം. നമ്മൾ ഇന്ന് തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 18 മുതലുള്ള വേദഭാഗമാണ്. 24-ാമത്തെ വാക്യം വരെ നമ്മൾ ഇന്ന് എത്തുകയില്ല. ഏകദേശം 21-ാമത്തെ വാക്യം വരെ, അല്ലെ 21 22 വാക്യങ്ങൾ വരെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നമുക്ക് ചിന്തിക്കാം. വരുന്ന ആഴ്ചകളിൽ നമുക്കത് സാവധാനത്തിൽ മനസ്സിലാക്കുവാനുള്ള അവസരമുണ്ട്. ഞാൻ ഈ വേദഭാഗം
ഒന്ന് വായിക്കട്ടെ. 18-ാമത്തെ വാക്യം. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു കൊടുക്കാം. യാക്കോബ് മറ്റ് ചില പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഇമാജിനറി ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട വിഷയം താൻ തെളിയിപ്പാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് മുകളിൽ പറഞ്ഞതിനോട് ചേർത്താണ് താഴോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, എന്ന ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അപ്പോൾ ഏതു വിശ്വാസത്താലാണ് രക്ഷ പ്രാപിക്കുന്നത്? ഏതു വിശ്വാസമാണ് രക്ഷിക്കുന്ന വിശ്വാസം? അപ്പം രക്ഷിക്കാത്ത വിശ്വാസമുണ്ടല്ലോ, ഉണ്ട്. അതിനെക്കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് തുടർന്ന് കാണാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ 18-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുന്നതാകുന്ന ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ പറയുകയാണ്, നോ, സംബഡി ഹാസ് ഫെയ്ത്ത് ആൻഡ് സംബഡി ഹാസ് വർക്ക്. So if somebody is given a gift for work, he may show forth much work, whereas somebody has faith. In other words, some people are more tend to be merciful towards the needy, and some people are not so merciful. Verse 18, in other words, you have faith and I have works. The implication is that just as God gives different people different gifts, so one person's gift is a spirit of unshakable trust. 1 Corinthians 12:9, വിശ്വാസത്തിൻ്റെ വരം. While another has a God-given aptitude for works of mercy. Romans 12:6 and 8. ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം, ഒരാൾ പറയുകയാണ്, എനിക്ക് വിശ്വാസമുണ്ട്, നിനക്ക് പ്രവൃത്തികളുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. 1 കൊരിന്ത്യർ 12:9. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ. അപ്പോൾ ഒരുത്തൻ എന്തോ ഉണ്ട്? വിശ്വാസം. അതാണ് യാക്കോബ് പറയുന്ന വിഷയം 18-ാമത്തെ വാക്യത്തിൽ. അതായത് ഒരുത്തന്, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്കെന്തോ ഉണ്ട്? പ്രവൃത്തികളുമുണ്ട്. 1 കൊരിന്ത്യർ 12:9 നമ്മളെന്താ കണ്ടത്? ഒരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. ഇനിയും റോമാലേഖനം 12:6, 8-ാം വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ. ഇനി അതിന്റെ 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. നോക്കുക, അപ്പോ there are different various gifts in the church. അപ്പൊ ഒരാൾക്ക് എന്തോ ഉണ്ട്? ചിലര് അവര് കരുണയുള്ളവരാണ്, അവര് സഹായിക്കും, അവർക്കൊരു ആൾക്കാരെ കുറിച്ച് അവരുടെ കഷ്ടത കേൾക്കുമ്പോൾ ഒരു അലിവ് തോന്നും, അല്ലെ കർത്താവിൻ്റെ വേലയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിന് കൊടുക്കണമെന്ന് തോന്നും. അങ്ങനെ വരമുള്ളവരുണ്ടെന്നേ. മനസ്സിലാവുന്നുണ്ടോ? അതാ യാക്കോബ് പറയുന്നേ. അതാ യാക്കോബ് പറയുന്നത്. എന്താണ് പറയുന്നത്? എന്നാൽ ഒരുത്തൻ, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക്
പ്രവൃത്തികളുണ്ട്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. അപ്പം നീ പറയും നിനക്ക് വിശ്വാസം ഉണ്ടെന്ന്, പക്ഷെങ്കിൽ ഈ സേവിങ് ഫെയ്ത്ത് എങ്ങനെയാണ് കാണിച്ചു തരാൻ പറ്റുന്നത്? പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. അപ്പം ഇത് ഞാൻ പറയുമ്പോൾ അതിൻ്റെ മറുവശത്തേക്ക് ഞാൻ വരാം. എന്നാൽ പെട്ടെന്നൊന്ന് പറയട്ടെ. അപ്പോൾ ആരെങ്കിലും ചിന്തിക്കരുത്, എന്നാൽ ഇനി നാളെ മുതൽ ഞാൻ കൊടുക്കാൻ പോകുകയാണ്, ഞാൻ കരുണയുള്ളവനായി പോവാണ്. ഒരു ഫലവുമില്ല. അതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ കാരണം യാക്കോബ് ഇവിടെ പറയുന്ന ഫെയ്ത്ത് എന്ന് പറയുന്നത്, ആ സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, it is the root, and from that root it is a natural overflow of fruit or a natural growth. ഞാനത് കൂടുതൽ വിശദീകരിക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ യാക്കോബ് പറയുന്ന വിശ്വാസം, ഇറ്റ് ഈസ് നോട്ട് the gift of showing mercy or the gift of faith which Paul talks about 1 Corinthians chapter 12 and Romans chapter 8. James is not talking about the gift of faith and the gift of mercy, the spiritual gifts which അതെന്താ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഫെയ്ത്ത് എന്താ? അങ്ങനെയുള്ള വരമുണ്ട് കേട്ടോ. കാരണം ചിലർ അതൊരു വലിയ എൻകറേജിങ് ഗിഫ്റ്റാണ്. നമ്മളെല്ലാവരും എങ്ങനെയാ വിശ്വാസത്താലാണ്. ആ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്താണെന്ന് ഒരു വാക്ക് ഞാൻ പറയാം. ചിലപ്പം ഒരു സങ്കീർണമാകുന്ന പ്രയാസത്തിൽ കൂടെ പോകുമ്പോഴേ ചിലരെന്തോ പറയുന്നറിയോ? ചിലർ പറയും സാരമില്ലെന്നേ, കർത്താവ് സഹായിക്കുമെന്നേ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ആ വ്യക്തിക്ക് ആ ഗിഫ്റ്റ്, ആ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് അവനിൽ. ആ ഗിഫ്റ്റ് കൊണ്ട് അവൻ മറ്റുള്ളവരെ എന്ത് ചെയ്യുക? സെർവ് ചെയ്യുക. അതിനാ വരം കിട്ടൂ. കൃപാവരങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാ. കൃപാവരങ്ങൾ ഒന്നും തന്നെ നമ്മുടെ പ്രൈവറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടല്ല തന്നേക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് വേറെ, സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വേറെ. രണ്ടും രണ്ടാണ്. കാരണം 14-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ഓൾറെഡി പറഞ്ഞല്ലോ, ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ. അപ്പോൾ ഇവിടെ പൗലോസ് രക്ഷ പ്രാപിക്കുന്ന വിശ്വാസം എങ്ങനെയാണ്? രക്ഷ പ്രാപിക്കുന്ന വിശ്വാസത്തിൽ there will be fruit. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് വളരെ വ്യക്തമായിട്ട് ആ ഉപമയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല നിലത്ത് വീണ വിത്ത്. നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഒരു കൂട്ടായ്മ തന്നെ എടുത്താൽ കർത്താവ് പറഞ്ഞ ഈ 4 കാറ്റഗറിയിലുള്ളവരും കൂട്ടായ്മയിലുണ്ടാകും. മറക്കരുത്. 4 കാറ്റഗറിയിലുള്ളവരും ഉണ്ടാകും. അത് വളരെ വ്യക്തമാണ്. വഴിയരികെ വീണവരുണ്ടാകും. അവർക്ക് എന്തോ ഒരു സംഭവം കിട്ടി, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് കൂടി, പക്ഷേ ഉള്ളിൽ ഒന്നുമില്ല. പിന്നെ പാറസ്ഥലത്ത് വീണതുണ്ട്, മുള്ളിനിടയിൽ വീണതുണ്ട്. അവരെക്കുറിച്ച് പറയുന്ന അവർ തൽക്കാലം വിശ്വസിക്കുകയും പിന്നെ
ഫെയ്ത്തിനെ ടെസ്റ്റ് ചെയ്യുന്ന, സോ ദർ ആർ അറ്റ്ലീസ്റ്റ് 4 kinds of people. One kind, the seed that fell on the wayside. Another which fell on the rocky place. There is no depth, very very shallow. Then there is another category which fell among the thorns. Enal there is a 4th category, and that category are the true believers. അവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. ആ വിശ്വാസം എന്നിലും നിങ്ങളിലുമുണ്ടെങ്കിൽ, ആ വിശ്വാസം യേശു കർത്താവ് പറയുകയാണ് 100, 60, 30. അപ്പോൾ വിശ്വാസം, സേവിങ് ഫെയ്ത്ത് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഫലം പുറപ്പെടുവിച്ചിരിക്കും. വിശ്വാസികളാകാൻ വേണ്ടി ഫലം പുറപ്പെടുവിക്കുകയല്ല, പിന്നെയോ സേവിങ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഫലം ഉണ്ടായിരിക്കും. ആ സേവിങ് ഫെയ്ത്തിനെ കുറിച്ചുള്ള എംഫസിസ് ആണ് ഇത്. നമ്മൾ ഫർദർ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും. 20-ാമത്തെ 19ഉം 20ഉം വാക്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 19-ാമത്തെ വാക്യം, ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? Faith without works is useless. Why it is useless? It is useless because it doesn't do any good to your ill-clad, hungry brother. That is why it is useless. It is, if my professing faith is useless, it is useless because it is no good to my neighbor. Okay? Secondly, it is useless to me because it doesn't save me. 2 രീതിയിലാണത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ്. എന്തുകൊണ്ട് നിഷ്ഫലമാ? ഒന്ന്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എൻ്റെ സഹോദരനോ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ സത്യത്തിൽ ഒരു ഉപകാരവും ഇല്ല. എന്നാൽ അവർക്ക് മാത്രമല്ല, എനിക്കും അത് ഉപകാരമില്ല. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം രക്ഷിക്കുന്നില്ല. അത് രക്ഷിക്കുന്ന വിശ്വാസമല്ല. ഇറ്റ് ഈസ് നോട്ട് ട്രൂ സേവിങ് ഫെയ്ത്ത്. നൗ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ജെയിംസ് മേക്സ് അറ്റ്ലീസ്റ്റ് 3 things about saving faith abundantly clear. He makes at least 3 things very clear about saving faith. 3 കാര്യങ്ങളാണ് ഈ ഒരു വാക്യത്തിൽ യാക്കോബ് രക്ഷ പ്രാപിക്കുന്ന വിശ്വാസം എന്താണെന്ന് തെളിയിക്കുന്നത്. നമ്പർ 1, സേവിങ് ഫെയ്ത്ത് ഈസ് നോട്ട് മിയർ intellectual assent.
രക്ഷിക്കുന്ന വിശ്വാസം കേവലം ബുദ്ധിപരമാകുന്ന ഒന്നല്ല. എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ എനിക്കറിയാം, ആ തലത്തിൽ മാത്രം എനിക്കറിയാം. 2, അതിനെ ഞാൻ വിശദീകരിക്കാം. രണ്ടാമത്തെ വിഷയം, സേവിങ് ഫെയ്ത്ത് ഈസ് നോട്ട് സിംപ്ലി ആൻ ഇമോഷണൽ റെസ്പോൺസ്. രക്ഷിക്കുന്ന വിശ്വാസം കേവലം ബുദ്ധിപരമായിട്ടുള്ള ഒന്നല്ല. 2, രക്ഷിക്കുന്ന വിശ്വാസം കേവലം വൈകാരികമാകുന്ന ഒരു പ്രതികരണവുമല്ല. 3, സേവിങ് ഫെയ്ത്ത് ഇൻവോൾവ്സ് വിൽഫുൾ ഒബീഡിയൻസ്. 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. 1, രക്ഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ല. 2, രക്ഷിക്കുന്ന വിശ്വാസം എന്നുള്ളത് വൈകാരികമാകുന്ന ഒരു പ്രതികരണമല്ല, ഇമോഷണൽ റെസ്പോൺസുമല്ല. പിന്നെ എന്താണ് രക്ഷിക്കുന്ന വിശ്വാസം? രക്ഷിക്കുന്ന വിശ്വാസം വിൽഫുൾ ഒബീഡിയൻസിൽ അത് തെളിയിക്കപ്പെടും, സമ്പൂർണമാകുന്ന അനുസരണത്തിൽ. 1, സേവിങ് ഫെയ്ത്ത് ഈസ് നോട്ട് മിയർ ഇൻ്റലക്ച്വൽ അസെൻറ്റ്. 19ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ബുദ്ധിപരമാകുന്ന ഒരംഗീകാരമല്ല രക്ഷിക്കുന്ന വിശ്വാസം? 19ാം വാക്യം എന്നാ പറയുന്നത്? ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവം ഏകനെന്ന് പിശാചുക്കൾ വിശ്വസിക്കുമ്പോൾ അവരെന്തോ ചെയ്യുന്നു? വിറയ്ക്കുന്നു. എന്നാൽ 23ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, വേഴ്സ് 23. Abraham believed and he was called the friend of God. So, what we have to make out of this? There is a faith productive only of fear. There is a faith, it produces only fear, nothing more. ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നതെല്ലാം ശരിയായിട്ടുള്ള ഉദാഹരണം കേട്ടോ, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. ഒരു സമയത്ത് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഒരാൾ സഭയിൽ വന്നു, അദ്ദേഹം വന്നു, സ്നാനപ്പെട്ടു. അദ്ദേഹം അത് ഒരു പ്രസിദ്ധനായ പ്രസംഗകൻ്റെ അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രസംഗകൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു വന്ന, അത് രക്ഷിക്കപ്പെട്ടോ ഇല്ല ഐ ഡോണ്ട് നോ, പക്ഷേ സംതിങ് വാസ് റോങ്, അത്രയും മാത്രം എനിക്കറിയാം. അപ്പം അദ്ദേഹം കേട്ട പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നു. നരകത്തിൽ ഇങ്ങനെ പുഴുവുണ്ട്, അവിടെ തീയുണ്ട്, അതുകൊണ്ട് അയ്യോ ഭയങ്കര ഗ്രാഫിക്കായിട്ട് നരകത്തെ. അപ്പോൾ ഈ നരകത്തിൽ പോകാതിരിക്കാൻ ആരുണ്ട്? ഞാനുണ്ട്. അങ്ങനെ കൈപൊക്കി നരകത്തിൽ പോകാതിരിക്കാൻ മുങ്ങി സഭയെ വന്നു. അന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പിന്നെ തനിതറം കാണിക്കാൻ തുടങ്ങി. അദ്ദേഹവും ദൈവവുമായിട്ടുള്ള കാര്യം അത് രണ്ടാമത്തെ വിഷയം. പക്ഷെങ്കിൽ സത്യത്തിൽ എന്താ? ആദ്യം ആ പ്രസംഗം പറഞ്ഞത് വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? ഒരു നിത്യ നരകമുണ്ട്, അഗ്നി നരകമുണ്ട്. അത് നല്ലത് തന്നെയാണ് കേട്ടോ, അത് നല്ലത് തന്നെയാണ്. അഗ്നി നരകമുണ്ട്. കാരണം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ടല്ലോ, ജോൺ ബെനിയൻ്റെ പിൽഗ്രിം പ്രോഗ്രസ്.
അതിനകത്തെ പ്രധാനപ്പെട്ട തീം അതാ. ദ സിറ്റി ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്ന് ദ സിറ്റി ഓഫ് ഗോഡിലേക്കുള്ള, നാശപട്ടണത്തിൽ നിന്നും ദൈവത്തിൻ്റെ നഗരത്തിലേക്കുള്ള ഒരു യാത്രയാണ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ആ ദൈവത്തിൻ്റെ ശിക്ഷാവിധി വരുന്നു. അതുപോലെ അമേരിക്കയിൽ 18-ാം നൂറ്റാണ്ടിൽ വലിയ ഉണർവ് നടന്ന ഒരു കാലഘട്ടമുണ്ട്. ദ ഗ്രേറ്റ് അവേക്കനിങ് എന്ന ജോനാഥാൻ എഡ്വേർഡ്സ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു സിന്നേഴ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗോഡ്. അതായിരുന്നു പ്രസംഗം. ആ പ്രസംഗത്തെ പക്ഷേ ദൈവം ഉപയോഗിച്ചു. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, അത് നല്ലത് തന്നെയാണ്. ഏത്? എനിത്തിങ് ദാറ്റ് ഡിറക്ട്സ് യു ടു ക്രൈസ്റ്റ്. പക്ഷേ ക്രിസ്തുവിലേക്ക് വരണം. പക്ഷെ ഇവിടെ ഭൂതങ്ങൾ, പിശാചുക്കൾ വിശ്വസിച്ചു. ഡീമൺസ് ബിലീവ് ആൻഡ് they're trembling. Whereas verse 23, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്യുന്നു. തിരുവഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ there is a kind of faith which produces only fear. That will not last for long. That will not last. Whereas there is a kind of faith that produces friendship with God. Friendship with God. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു, അവന് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ അവൻ പ്രാപിച്ചു. And James is telling us the great truth that there is only one God. Yet holding this, even if we hold this faith, and the demons also hold this faith, but they are not saved. പിശാചുക്കൾ ദൈവത്തെ ദൈവമേകനെന്ന് വിശ്വസിക്കുന്നു, but there is no peace with God. There is no peace with God. Because ഇത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് എടുത്തു പറയുകയുണ്ടായി. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 6:4 നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 5-ാമത്തെ വാക്യം, when you there is only one God, and the consequence, the immediate consequence is that you shall love the Lord your God. So correct, even if you know all the correct theology, and it is only a matter of knowledge. If there is no peace with God, if there is no friendship with God, and if your life doesn't result in fruits, that faith is not saving faith. അതാണ് യാക്കോബ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവമേകനെന്ന് വിശ്വസിക്കുകയും നാശത്തിലേക്ക് അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് പോകുന്ന ആ ഭൂതങ്ങളെ പോലെയാണ് പലരും. വിശ്വാസമുണ്ട്, പക്ഷേ there is no fruit. Secondly, saving faith is not an emotional response. ഒരു ഇമോഷണൽ റെസ്പോൺസ് ഒന്നുമല്ല, കേവലം ഇമോഷണൽ റെസ്പോൺസ് അല്ല. അതെന്താ? ഇവിടെ നമ്മൾ വായിക്കുന്നത് പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുകയും അവര് വിറയ്ക്കുകയും ചെയ്യുന്നു. See, many people
define their faith on the basis of emotions they feel a given time. ഒരു പ്രത്യേക സമയത്ത് തോന്നുന്ന പ്രത്യേക ഇമോഷൻസ്. കേട്ടിട്ടില്ലേ? മുറ്റിയ മാനസാന്തരം. അത്രയേ ഉള്ളൂ. അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. അത് കഴിയുമ്പോൾ തീർന്നു. കുറച്ച് നാൾ എന്തോ ഒരു സ്പാർക്ക് ഇങ്ങോട്ട് വരും, കുറച്ച് നാൾ ഇങ്ങനെ പോകും, പിന്നെ തഥൈവ. ജെയിംസ് ഈസ് ടെല്ലിങ് us, എക്സാമിൻ. വി നീഡ് ടു എക്സാം. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുകയാണ്. എന്താണ്? അതുകൊണ്ടാണ് താൻ പറയുന്നത്, ആ ഇമോഷണൽ റെസ്പോൺസ് അല്ല സേവിങ് ഫെയ്ത്തിൻ്റെ ലക്ഷണം. കാരണം പിശാചുക്കൾ വിറയ്ക്കുന്നുണ്ട്. വിറച്ചെന്നും കണ്ട് അവർ സ്വർഗത്തിലൊന്നും പോകുന്നില്ല, അവർ രക്ഷപ്പെടുന്നുമില്ല. അതുകൊണ്ട് കരഞ്ഞെന്നും കണ്ട് ആരും സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കരുത്. അയ്യോ, ആ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. നല്ലത്, കരഞ്ഞാൽ നല്ലത്. പക്ഷേ കരച്ചിലും കൊണ്ട് അവിടെ നിൽക്കരുത്. അത് കഴിഞ്ഞ് നിത്യജീവിതത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് രാവിലെ കാലത്തെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞു, നല്ല കാര്യം, ഗുഡ്, നല്ല കാര്യം. പക്ഷെ കരയുമ്പം തോന്നുന്ന ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ അല്ല സേവിങ് ഫെയ്ത്ത്. അതിനപ്പുറമാണ്. ആ ഇമോഷണൽ തലത്തിനപ്പുറത്ത് ആ റോ ലൈഫിലേക്ക് വരുമ്പോൾ, ആ പച്ചയാകുന്ന ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഹൗ ഡു വി റെസ്പോണ്ട്? എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത്? ഒരു ദൈവ പൈതലിന് ചേരുന്ന നിലയിലാണോ റെസ്പോൺസ് വരുന്നത്? അതോ ഒരു ലോകത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യനെ പോലെയാണോ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതാ ഞാൻ പറഞ്ഞത്, ചില സന്ദർഭങ്ങളിൽ തോന്നുന്ന ആ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ രക്ഷപ്പെട്ടോ എന്നതിൻ്റെ തെളിവ്. അതിനേക്കാളുപരി നമ്മുടെ നിത്യ ജീവിതത്തിൽ, അതാണ് യാക്കോബ് ഇവിടെ വാൺ ചെയ്യുന്നത്. നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇറ്റ് ഈസ് നോ our faith, our saving faith shows not the way I think at times, and not the way I feel sometimes, but the way I do, the way I conduct my life. That is how. In saving faith, നിശ്ചയമായിട്ടും ആ നിലയിലാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആകട്ടെ, നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ, ആ വാക്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അപ്പോൾ ഈ വേദഭാഗമാണ് ഏറ്റവും കോൺട്രാവേഴ്സ്യലായിരിക്കും. നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകും. നമ്മൾ ഈ 2:24, അതായത് യാക്കോബ് 2:24 നമ്മളിപ്പോൾ വായിച്ചു. എന്താണ്? ജെയിംസ് chapter 2 verse 24. And we shall also read Romans chapter 3 and verse 28. Let us first read
James 2:24 and Romans 3:28. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. യു സി, യാക്കോബിന്റെ ഒരു പ്രയോഗമാണ്. യു സി, നിങ്ങൾ കാണുന്നു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. ഇനിയും റോമൻസ് 3:28. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. നോക്കുക, അപ്പോൾ ഇവിടെ യാക്കോബ് പറയുന്ന ഈ വേദഭാഗം ജെയിംസ് 2:24 in a way summarizes the epistle of James. Okay? And in the same way, Romans 3:28 summarizes the epistle of Romans. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം 2:24 ഒരർത്ഥത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്തയാണ്. അതുപോലെ തന്നെ റോമർ 8:28 ആ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്തയാണ്. ബൈ ദ വേ, ഈ രണ്ട് വാക്യങ്ങളെ ബിക്കോസ് മാർട്ടിൻ ലൂതർ കുഡ് നോട്ട് adequately harmonize these two passages, he called the epistle of James an epistle of straw. ഈ ഒരു കാരണം കൊണ്ടാണ്, അതായത് റോമർ 3:28 യാക്കോബ് 2:24 അത് വ്യക്തമാകുന്ന നിലയിൽ മനസ്സിലാക്കുവാനും വിശദീകരിപ്പാനും കഴിയാതിരുന്നത് കൊണ്ട് മാർട്ടിൻ ലൂതർ യാക്കോബിൻ്റെ ലേഖനത്തെ വെറും എന്താ പറയുന്ന വൈക്കോലാണ് എന്നാണ് അദ്ദേഹം അതിനെ സംബോധന ചെയ്തത്. ബട്ട് ജെയിംസ് ആൻഡ് പോൾ ആർ റൈറ്റിംഗ് അബൌട്ട് ദ എക്സാക്ട് സെയിം gospel. That is a given, and I'll explain that. They are writing the same gospel, but they are writing from different vantage points. Their vantage points are different. And they are addressing different problems in the churches to whom they are writing. യാക്കോബും പൗലോസും അടിസ്ഥാനപരമായിട്ട് ഒരു സുവിശേഷത്തെക്കുറിച്ചാണ് എഴുതുന്നത്. എന്നാൽ അങ്ങനെ എഴുതുമ്പോൾ തന്നെ അവർ വിവിധമാകുന്ന വശങ്ങളിൽ നിന്ന്, ടു പെർസ്പെക്റ്റീവ്സിൽ നിന്നും അവരെഴുതുകയാണ്. അങ്ങനെ എഴുതുമ്പോൾ ആ എഴുതുന്ന സഭകളിലെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഈ രണ്ട് ലേഖനങ്ങളും അഭിസംബോധന ചെയ്യുകയാണ്. In other words, Paul and Peter Paul and James are fighting against two different enemies. And together they are defending a unified understanding of the gospel. ഈ പൗലോസും യാക്കോബും രണ്ട് വ്യത്യസ്ത ശത്രുക്കളോടാണ് അവർ പോരാടുകയും അതേസമയം ഒരു സുവിശേഷത്തിൻ്റെ ഏകീകൃതമാകുന്ന ഉപദേശത്തെ
അവർ ഡിഫെൻഡ് ചെയ്യുന്നു, പ്രതിരോധിക്കുന്നു. ഓക്കെ, അത് ഞാൻ അതിൻ്റെ ഇൻട്രഡക്ഷനായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. Paul is fighting against the false idea that we can earn our salvation with our works. So in Romans and in the epistle of Galatians, Paul is writing against the false teaching that we can earn our salvation by our works. പൗലോസ് എഫേസ്യ ലേഖനത്തിലാകട്ടെ, ഗലാത്യ ലേഖനത്തിലാകട്ടെ, റോമാ ലേഖനത്തിലാകട്ടെ താൻ എഴുതുന്നത് പ്രവൃത്തികളാൽ നമുക്ക് രക്ഷപ്പെടാം എന്നതാകുന്ന ആ തെറ്റായ പഠിപ്പിക്കലിന് എതിരായിട്ടാണ് പൗലോസ് എഴുതുന്നത്. Whereas James the Apostle is fighting against an easy believism that had reduced salvation to intellectual belief. യാക്കോബ് ഈ രക്ഷിക്കുന്ന വിശ്വാസമെന്നുള്ളത് ഒരു ബൗദ്ധികമാകുന്ന തലത്തിൽ ചില കാര്യങ്ങൾ ഏറ്റുപറഞ്ഞാൽ, ചില കാര്യങ്ങൾ വിശ്വസിച്ചാൽ, അല്ലെ ചില ക്രിയകൾ ചെയ്താൽ അവൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാകുന്ന പൗലോസ് പറഞ്ഞതിന് ആ ഒരു നാണയത്തിൻ്റെ മറുവശത്തെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് ഇവിടെ പറയുന്നത് ഈ രക്ഷിക്കുന്ന വിശ്വാസമെന്നുള്ളത് കേവലം ബുദ്ധിപരമാകുന്ന ഒരു അറിവോ സമ്മതമോ അല്ല, നേരെ മറിച്ച് ട്രൂ സേവിങ് ഫെയ്ത്ത് റിസൾട്ട്സ് ഇൻ റാഡിക്കൽ ഒബീഡിയൻസ് ടു ഗോഡ്സ് വേർഡ്. അതായത് രക്ഷിക്കുന്ന, യാക്കോബ് പറയുന്ന ഈ രക്ഷയ്ക്കുള്ള വിശ്വാസം ദൈവവചനത്തെ അനുസരിക്കാനുള്ള ഒരു താല്പര്യം, ആ ഒരു ഫലം നമ്മിൽ ഉണ്ടാകും. ആ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഫലം എങ്ങനെയാണെന്നാണ് യാക്കോബ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. Now, if you will read both Paul and James, both of them uses the same example of Abraham. പൗലോസും യാക്കോബും അബ്രഹാമിനെ കുറിച്ച് ഈ കാര്യം തെളിയിപ്പാനായി ഉപയോഗിക്കുന്നു. യാക്കോബ് 2:21 മുതൽ 23 വരെയും പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലും നമ്മൾ ഈ കാര്യം കാണുന്നു. In other words, Abraham is the model of faith for both these New Testament writers. അബ്രഹാം എന്നുള്ളത് വിശ്വാസത്തിൻ്റെ, സേവിങ് ഫെയ്ത്തിൻ്റെ ഉത്തമമാകുന്ന മാതൃകയായിട്ട്, അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുന്ന അല്ലെ രക്ഷപ്പെടുന്ന വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട് പൗലോസും യാക്കോബും ഇതിനെക്കുറിച്ച് പറയുക. 2 കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കണം. വേഴ്സ് 20, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? Here we read that faith without works is useless. 2 pictures of faith. Number 1, dead faith, which does not save. Number 2, living faith, which does save.
ഈ കാര്യം സത്യത്തിൽ യാക്കോബ് ഇവിടെ പറയുന്നത് എന്താ? ജെയിംസ് ഈസ് കോൺട്രാസ്റ്റിംഗ് ജെനുവിൻ ഫെയ്ത്ത് വിത്ത് പ്രൊഫസ്ഡ് ഫെയ്ത്ത്. യഥാർത്ഥത്തിലുള്ള രക്ഷിക്കുന്ന വിശ്വാസം കേവലം അധരജൽപ്പനമാകുന്ന വിശ്വാസം, ഇത് തമ്മിലുള്ളതാകുന്ന ആ വ്യത്യാസം, ജെനുവിൻ ഫെയ്ത്ത് ആൻഡ് കോൺട്രാസ്റ്റ് ആൻഡ് എന്താ പറയുന്നേ, പ്രൊഫസ്ഡ് ഫെയ്ത്ത്, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ അല്ലെങ്കിൽ എന്താ പറയുന്നേ, നിഷ്ഫലമാകുന്ന വിശ്വാസം, ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഈസ് ഡെഡ്, ഇറ്റ് ഈസ് എംപ്റ്റി. അതാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ഓ ഫുളിഷ് മാൻ, എന്താ, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ പ്രവൃത്തിയിൽ റിസൾട്ട് ചെയ്യാത്ത അല്ലെ പ്രവൃത്തി ഇല്ലാത്ത ആ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല. രണ്ട്, രക്ഷിക്കുന്ന ആ ലിവിങ് ഫെയ്ത്ത്, ആ ഫെയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ഫെയ്ത്ത്, രക്ഷിക്കുന്ന വിശ്വാസം, when it comes to my heart, it will transform me, and that saving faith will transform every part of myself. രക്ഷിക്കുന്ന വിശ്വാസം, ആ സേവിങ് ഫെയ്ത്ത്, ഇറ്റ് വിൽ പെനിട്രേറ്റ് ടു മീ. കാരണം ആ വിശ്വാസം അതെന്നിലേക്ക് ആഴത്തിലിറങ്ങിയാൽ ഇറ്റ് വിൽ അഫക്റ്റ് എവ്രി പാർട്ട് ഓഫ് മൈ ലൈഫ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും എന്നെ ബാധിക്കാൻ തുടങ്ങും. എൻ്റെ പുറമേ കാണുന്ന ജീവിതത്തെ അത് ബാധിക്കാൻ തുടങ്ങും. എൻ്റെ ആരും കാണാത്ത ജീവിതത്തെയും ഈ വിശ്വാസം ബാധിക്കും. If it doesn't affect my unseen life, which is not seen to the world, I do not have a saving faith. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായിട്ട് നമ്മൾ വിശ്വസിച്ചാൽ പിന്നെ ഒരിക്കലും നമുക്ക് തെറ്റില്ല, അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നോ, സേവിങ് ഫെയ്ത്ത് നമ്മിലുണ്ടെങ്കിൽ, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പോലെ, യു കനോട്ട് കണ്ടിന്യൂ ഇൻ സിൻ. യു കനോട്ട്. അപ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് റൈറ്റേഴ്സ് എല്ലാം അതാ പറയുന്നത്. യു കനോട്ട് കണ്ടിന്യൂ. യു കനോട്ട് കണ്ടിന്യൂ ദ വേ യു യൂസ്ഡ് ടു ബി. അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതെന്നെ ചേഞ്ച്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. തുടർന്നുള്ളതാകുന്ന സമയങ്ങളിൽ നമുക്കത് കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പല കാര്യങ്ങളുണ്ട്, ഫ്രൂട്ടിനെ കുറിച്ച് പല കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ യാക്കോബ് ഈ പറയുന്ന കാര്യം എന്താ? പറയുന്നതിൻ്റെ പശ്ചാത്തലം ഞാനൊന്ന് പറയാം. പറയുന്നതിൻ്റെ പശ്ചാത്തലം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെയുള്ള സംഭവങ്ങളെ താൻ
ക്രോഡീകരിച്ച് പറയുകയാണ്. എന്താണെന്നറിയാമോ? നമ്മൾ താഴോട്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇതെപ്പോഴാണ് സംഭവിച്ചതെന്നറിയാമോ? ഇത് ഉൽപ്പത്തി പുസ്തകം ഏതധ്യായമാണെന്നറിയോ? 22-ാം അധ്യായത്തിൽ അല്ലേ? ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 22. എന്നാൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇതെപ്പോഴാണ് സംഭവിച്ചത്? 15-ാം അധ്യായത്തിൽ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ. നോക്കണം, ഈ രണ്ട് കാര്യങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്തേച്ച് യാക്കോബ് പറയുകയാണ്, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവർത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നീതീകരണം അല്ലേ, റൈച്ചസ്നസ് എന്ന പദം വേദപുസ്തകം എങ്ങനെയാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ അർത്ഥമാക്കുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൊസിഷണൽ റൈച്ചസ്നസ്, ഹൗ വി സ്റ്റാൻഡ് ബിഫോർ ഗോഡ്. അതാ പൊസിഷണൽ റൈച്ചസ്നസ്. അന്നേരം അവിടെ സത്യത്തിൽ അത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം ഒന്നും ചെയ്തില്ല. പിന്നെന്തോ ചെയ്തു? ഒരു കാര്യവും ചെയ്തില്ല. ദൈവം പറഞ്ഞു, അതും സന്തതി ഇല്ലാത്ത ഒരു സമയത്ത്, സന്തതി ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു സമയത്ത് ദൈവം പറഞ്ഞു, ഐ എം ഗോയിങ് ടു ഗിവ് യു, അല്ലെങ്കിൽ എലയാസർ അല്ല നിന്റെ അനന്തരാവകാശി, ബട്ട് ഐ എം ഗോയിങ് ടു ഗിവ് യു ആൻ ഓഫ്സ്പ്രിങ്. ഒരു സന്തതിയെ തരാൻ പോകാം. അവിടെ ഒന്നും സംഭവിച്ചില്ല. എബ്രഹാം എന്ത് ചെയ്തു? ഹി ടുക്ക് ഗോഡ്സ് വേർഡ് ആൻഡ് ഹി ബിലീവ്ഡ്. അതാണ് പൊസിഷണൽ റൈച്ചസ്നസ്. അതാണ് അവിടെ പറയുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ഓക്കെ, അതവന്, അല്ലെങ്കിൽ പൊസിഷണൽ റൈച്ചസ്നസ്, ഹൗ വി സ്റ്റാൻഡ് ബിഫോർ ഗോഡ്, അവിടെ ക്ലിയറായി. ഹി ബിലീവ്ഡ് ആൻഡ് ഹി വാസ് ജസ്റ്റിഫൈഡ്. രണ്ട്, this is another side of the coin. Practical righteousness, how we live before God. അപ്പോൾ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഞാനിത് ഒരു അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. ഒന്ന്, പൊസിഷൻ. എബ്രഹാം ബിലീവ്ഡ് ഗോഡ്, 15-ാം അധ്യായം. രണ്ട്, a practical righteousness. ആ പ്രാക്ടിക്കൽ റൈച്ചസ്നെസ്സിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ, we see Abraham, he takes 1 or 2 steps further, then he goes 3 steps backward. That happened. But he doesn't stay there. He goes farther. അത് എവിടെ വരെ പോയെന്നറിയാമോ? ദൈവവചനം പറയുന്നത്, എബ്രായ ലേഖനം പറയുന്നത്, അവൻ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്നാ പറയുന്നത്. അവിടെ വരെ പോയി. പക്ഷെ തുടക്കം എവിടാ? തുടക്കം ആ പൊസിഷൻ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ഒന്നും പറഞ്ഞില്ല, ഒന്നും അവിടെ കാണാനില്ല, ഒന്നുമില്ല. പക്ഷെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പം ജീവിതം തെളിയിച്ചു. പ്രാക്ടിക്കലി, ഇൻ പ്രാക്ടീസ് എബ്രഹാമിൻ്റെ ജീവിതം തെളിയിച്ചു അബ്രഹാം വിശ്വാസിയാണെന്ന്. മനസ്സിലാകുന്നോ? ഇതാ യാക്കോബ് പറയുന്നത്. നമ്മൾ ദൈവം അനുസരിച്ച്. അപ്പോൾ നമ്മളതുകൊണ്ട് മനസ്സിലാക്കണം, if somebody is
truly saved, he or she cannot remain unchanged. രക്ഷയ്ക്കായി വിശ്വസിച്ച ഒരു ദൈവ പൈതലിന് അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാതിരിക്കാൻ അസാധ്യമാണ്. ആ മാറ്റമില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ല. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കണം. ദൈവം അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം.